ഹലോ സ്കിബിഡീസ്, ഇതെൻ്റെ യൂട്യൂബ് ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് എന്നൊക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ല, എൻ്റെ ക്രാഫ്റ്റ് വീഡിയോസിലെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഡയറക്റ്റ് തറയിലോ അല്ലെങ്കിൽ ടേബിളൊന്നും വെച്ചിട്ട് ചെയ്യേണ്ട, അടിയിൽ വല്ല ഷീറ്റോ അല്ലെങ്കിൽ ഇതിൽ പേപ്പറൊക്കെ വിരിച്ചിട്ടാണ് ചെയ്യാം. കാരണം ഇതിന് കരി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തറയിലൊക്കെ ആയി കഴിഞ്ഞാൽ അമ്മയുടെ നമുക്ക് നല്ല വഴക്ക് കിട്ടും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമൽ മെഴുകുതിരിയാണ് എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വാക്സും അല്ല, നോർമൽ മെഴുകുതിരി ഉരുക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്ത് കളറിന് വേണ്ടിയിട്ട് ക്രയോൺ ആഡ് ചെയ്യുന്നത്. കാരണം വേറെ എന്തെങ്കിലും കളർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് കിട്ടത്തില്ല. പിന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്ന ഒരു വാക്സും കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിനകത്തിട്ട് ഉരുക്കിയെടുത്തത്. കണ്ടോ, തറയിൽ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കരിയാവുമെന്ന്. കണ്ടോ, അതുപോലെ എല്ലായിടത്തോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഷീറ്റോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. പിന്നെ ഞാൻ ഈ പാത്രത്തിനകത്ത് തേച്ച് കൊടുക്കുന്ന എണ്ണയാണ്. വാസലിനുണ്ടെങ്കിൽ വാസലിന് ഏറ്റവും നല്ലത്. കാരണം അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇളക്കി എടുക്കാനൊക്കെ പാടായിരിക്കും. അപ്പോൾ ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത സമയത്ത് ശരിയായില്ല. നമ്മളിത് ചെയ്തുകൊണ്ട് ശരിയാവണമെന്നൊന്നുമില്ല. കാരണം ഇത് നമ്മൾ വലിയ അഗ്രികണ്ണറൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് തെറ്റിയൊക്കെ പോകും. ഇപ്പം ഞാൻ ചെയ്തത് കട്ടി കുറഞ്ഞു പോയി, പെട്ടെന്ന് തണുത്ത് പോവുകയും ചെയ്തു കേട്ടോ. നമ്മളിത് ഒഴിക്കുന്ന സമയത്ത് കട്ടി കുറഞ്ഞു പോയാൽ എന്തോ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളച്ചെടുക്കാനോ തിരിച്ചെടുക്കാനോ നോക്കത്തില്ല. അത് ഒടിഞ്ഞു മൊത്തതേ ഉള്ളൂ. ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നു ഇത് ചെയ്യുന്ന സമയത്ത് കരിയൊക്കെ ആവുന്നു. അപ്പോൾ നിങ്ങൾ വെള്ള ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സീബ്രയെ പോലെ ആയി പോകും കേട്ടോ. കുറച്ച് മുന്നേ കുറേ എണ്ണം ഫ്ലോപ്പായി പോയില്ലായിരുന്നു. അതുപോലെ കുറച്ചും കൂടെ എണ്ണം ഫ്ലോപ്പായി പോയായിരുന്നു കേട്ടോ. പിന്നെ ലെങ്ത് കൂടണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ അതെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി ഉരുക്കിക്കൊണ്ട് വന്ന് വീണ്ടും ഞാൻ ചെയ്ത് നോക്കുവാന്നേ. പക്ഷേ ഈ വട്ടം ചെയ്തത് കറക്റ്റ്. കാരണം വണ്ണവും കറക്റ്റായിരുന്നു. ഉണങ്ങുന്നതിന് മുന്നേ എടുക്കുകയും ചെയ്തു. ഞാൻ കയ്യിൽ എണ്ണയും തെച്ചിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് എൻ്റെ കൈ പൊള്ളിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഇത് രണ്ടായിട്ട് മടക്കിയിട്ട് അത് നമുക്ക് ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ മിഷ്യൻ്റെ ഒരു സ്ക്രൂ പോലത്തെ സാധനം. മിഷ്യൻ മുറുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന സാധനമാണ് എടുത്തേക്കുന്നത്. ഞാൻ പിന്നെ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇതിന് പറ്റുന്ന ടൂളുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതുപോലെ ഒട്ടിപ്പിടിക്കാത്ത പേനയോ അല്ലെങ്കിൽ മറ്റേ കളർ അടിക്കുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒട്ടിപ്പിടിക്കാത്ത ഭാഗം എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ നടുക്കത്തെ ഭാഗം ശരിയായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് വേഗം ചെയ്തെടുക്കാം. ഈ നടുക്കത്തെ ആദ്യത്തെ ഒരു ചുറ്റി എടുക്കാനാണ് പാടെന്ന് പറയുമ്പോൾ അങ്ങ് ഭയങ്കര പാടൊന്നും അല്ല. പിന്നെ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് പാടായിട്ട് തോന്നി. നമ്മൾ പിന്നെ അറിയാത്ത കാര്യങ്ങൾ പഠിക്കുമ്പോഴാണല്ലോ നമ്മൾ വലിയ വലിയ ആൾക്കാരാവുന്നത്. ഇതിപ്പോൾ എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഞാൻ പറഞ്ഞാൽ. പിന്നെ നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ദോശ ചുടുക എന്നുള്ളൊരു ചിന്ത വേണം ചെയ്യാൻ. നമ്മൾ ഒഴിക്കുക, പരത്തുക, എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഇതിനകത്ത് ഒട്ടിച്ചൊടിച്ച് വെക്കാം കേട്ടോ. ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഒട്ടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഷേപ്പ് കിട്ടി കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ രണ്ടായിട്ടല്ല കേട്ടോ ചെയ്യേണ്ടത്. നമ്മളത് ഒറ്റ ലീഫായിട്ട് വേണം ഒട്ടിക്കാൻ. തെറ്റ് ചെയ്തു നിശികാമി ദേവി. ഒറ്റ ലീഫല്ല, ഒറ്റ പെറ്റലായിട്ട് വേണം കേട്ടോ ഒട്ടിക്കാൻ. അതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇത്രയും വാക്സ് മതിയെന്ന്. പക്ഷേ എൻ്റെ കണക്കൂട്ടൽ തെറ്റിപ്പോയി, കുറച്ചും കൂടെ വാക്സ് വേണ്ടി വന്നു കേട്ടോ. അതിനകത്ത് ഞാൻ ജസ്റ്റ് നമ്മുടെ വാക്സ് എടുത്ത് അതിനകത്തിട്ട് ഉരുക്കി എടുത്താൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് കളർ ആഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യാൻ കാര്യമാണ്. പക്ഷേ അതെനിക്ക് പോസിറ്റീവായിട്ടാണ് വന്നത്. കാരണം നമ്മൾ നടുക്ക് ചെയ്തതിന് കളർ കൂടുതലും. ഇപ്പം ഞാൻ ചൂടാക്കി എടുത്ത വാക്സിന് കളർ കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ കാണാൻ കുറേ കൂടെ ഒറിജിനാലിറ്റി തോന്നിക്കും. നമ്മൾ പിന്നെ ചെയ്യുന്ന വാക്സിന് കുറച്ചുകൂടെ വലിപ്പം കൂടുതലായിരിക്കും. നമ്മൾ ആദ്യം ചെയ്തതിനെ വെച്ച് വലിപ്പം കൂടുതലായിരിക്കും. അത് നമ്മൾ മടക്കത്തൊന്നുമില്ല, കറക്റ്റ് അതേപോലെ എടുത്ത് അങ്ങ് ഒട്ടിക്കത്തേ ഉള്ളൂ കേട്ടോ. ഈ ഭാഗമൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, ഒരു പാടുമില്ല. നമ്മളൊരു ഷേപ്പ് നമുക്കൊരു തിട്ടം കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഒട്ടിക്കേണ്ടത് എന്ന് അപ്പം നമുക്കൊരു ഐഡിയ വരും. അപ്പോൾ ആ ഐഡിയക്ക് അനുസരിച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിർത്താം. പക്ഷേ എനിക്ക് ആ ഒരു സ്റ്റേജിൽ നിർത്താൻ തോന്നില്ല. കാരണം ഞാൻ ഒരുപാട് വാക്സ് എടുത്തത് കളർ തേച്ചതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഏത് കാലം ഈ നിറത്തിലുള്ള പൂ ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ അതെനിക്ക് തീർത്തേ പറ്റത്തുള്ളായിരുന്നു. അതോടെ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള വാക്സും കൂടെ എടുത്ത് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒട്ടിക്കാൻ നോക്കി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ നിർത്താൻ, കൂടുതൽ ചെയ്തു എന്നും പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ കുറേ കൂടെ വലിയ പൂ നമുക്ക് കിട്ടുവേ. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തൊരു പകുതിക്ക് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. ഇത് പൂവായിട്ട് തന്നെ വരുമോ, ഇതിൻ്റെ ഷേപ്പ് തന്നെ കിട്ടുമോ എന്നൊക്കെ. അപ്പം നമ്മൾ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം, എന്നാലേ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യാൻ തുടങ്ങിയ സാധനം ചെയ്ത് പൂർത്തിയാക്കിയിട്ടേ നിർത്താവൂ കേട്ടോ. ക്രാഫ്റ്റിൻ്റെ ABCD അറിയാത്ത ഞാൻ ഇത്രയൊക്കെ ഉണ്ടാക്കിയെന്ന് കണ്ടപ്പോൾ എനിക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നേ. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ ഞെക്കി പൊട്ടിക്കണം. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.